ഹായ് ഫ്രണ്ട്സ്, ജോബ് സൊല്ലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ UAE-യിലേക്കുള്ള ജോബ് വേക്കൻസിയെ പറ്റിയാണ് ഈ ചാനലിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ നന്നായി വായിച്ചു നോക്കുക. UAE-യിൽ ജോബ് അന്വേഷിക്കുന്നവർക്ക് ഒരു സഹായം എന്നൊരു നിലയിലാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിന് ഒരു ഏജൻറ്റും ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇതിൽ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേക്കൻസിയിലേക്ക് പോകാം. UAE-യിലെ നമ്പർ 1 മാൻ പവർ ഏജൻസിയാണ്, ഒരു സപ്ലൈ കമ്പനിയാണ് ട്രാൻസ്കാർഡ്. അതിനോടൊപ്പം തന്നെയാണ് എംബ്രേസ് ഗ്രൂപ്പിൻ്റെ ഡെനാറ്റ എന്ന കമ്പനിയും അതിന് വർക്ക് ചെയ്യുന്നു. ഈ സൈറ്റിലേക്ക് നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഗൂഗിളിൽ ട്രാൻസ്കാർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസിൽ നിന്ന് അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് കരിയറിൻ്റെ പേജ് എടുക്കുക. കരിയറിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ട്രാൻസ്കാർഡിൽ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഇതിനകത്ത് ഏറ്റവും മുകളിൽ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് പൂരിപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതി. അതല്ല, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, അതായത് പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ബാക്കിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ അതിനകത്ത് ഫുൾ നെയിം, മറ്റു കാര്യങ്ങളൊക്കെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻട്രി ചെയ്യുക. അതിനകത്തിപ്പോൾ ഈ ഇൻ്റർഫേസ് കാണിക്കുന്നത് പോലെ തന്നെ നെയിം, ഇമെയിൽ ID, ജെൻഡർ, അത് മെയിലാണോ ഫീമെയിലാണോ എന്നത് കൊടുക്കുക. അതിന് ശേഷം ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ കറൻ്റ്ലി UAE-യിലാണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലെന്ന് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് വാലിഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പാസ്പോർട്ട് നമ്പരും ആഡ് ചെയ്യേണ്ടതാകുന്നു. അതിന് ശേഷം നമ്മൾ ഏത് ജോബ് വേക്കൻസി ആണോ നമുക്ക് വേണ്ടുന്നത് ആ വേക്കൻസി നമ്മുടെ ഈ ലിസ്റ്റിൽ ഉണ്ടാകുന്നതായിരിക്കും. അതിനായിട്ട് നമ്മൾ ജോബ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ വരുന്ന പോലെ ബൈക്ക് റൈഡേഴ്സ്, CCTV ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് വേക്കൻസി ഇതിലുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികളാണ് ഇപ്പോൾ ഇതിലിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേത് വേക്കൻസിയാണ് നിങ്ങൾക്ക് പറ്റുന്നത്, ഇപ്പോൾ +2 ക്വാളിഫിക്കേഷൻ, 10th ക്വാളിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉള്ളവർ അവരുടെ ട്രേഡ് എന്താണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്, സിറ ഉണ്ട്, PSBD ഉണ്ട്. അപ്പോൾ ഫീമെയിലാണ് ഇപ്പോൾ സിറേനകത്ത് കൊടുത്തേക്കുന്നത്. ചില സമയത്ത് മെയിലും വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ CV കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. അതല്ലെങ്കിൽ തന്നെ അവർ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3-4 വർക്കിംഗ് ഡേയ്സിലായിരിക്കും അവർ കോൾ ചെയ്യുന്നത്. ആ ഒരു വർക്കിംഗ് ഡേറ്റിൽ നമുക്ക് കോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഇതേ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാര്യം ആദ്യത്തെ ഒരു ചാൻസിൽ കിട്ടണമെന്നില്ല. അപ്പോൾ പിന്നെയും വേറൊരു വേക്കൻസി വെച്ച്, ജോബ് ടൈറ്റിൽ വെച്ച് നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രാൻസ്കാർഡ് എന്ന കമ്പനി യാതൊരുവിധ സർവീസ് ചാർജും ഇതിന് ഈടാക്കുന്നില്ല. മറ്റ് ഏജൻസിയോ അങ്ങനെ ഏതെങ്കിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ തേടേണ്ടതാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്കാർഡ് 100% ഫ്രീ ആയിട്ടുള്ളൊരു റിക്രൂട്ടിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇബൻ ബത്തൂത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ലൊക്കേഷൻ നമ്മുടെ മെയിലിൽ വരും. അതുകൊണ്ട് തന്നെ മെയിൽ ID നല്ല വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ബാക്കി ഡീറ്റെയിൽസ്, ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത് അവരതിനകത്ത്